ഹായ് ഓൾ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇത്തവണ വീട്ടിൽ വന്നപ്പോൾ വീണ്ടും ഞാൻ അമ്മച്ചിയുടെ പച്ചക്കറിത്തോട്ടം തന്നെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഷൈൻ ചേച്ചി പറഞ്ഞു എനിക്ക് പിന്നെ തക്കാളിത്തോരൻ ഉണ്ടാക്കാൻ വേണ്ടി പച്ചത്തക്കാളി പറിക്കാമെന്ന്. തൊമര പൂവിട്ടിട്ടുണ്ട്. ഇനി കുറച്ച് നാൾ കഴിഞ്ഞാൽ തൊമരയ്ക്ക് പറിക്കാറാകും. ചേട്ടായിയാണ് ഇതുവരെ തൊമര കണ്ടിട്ടുമില്ല കഴിച്ചിട്ടും ഇല്ല എന്നാണ് പറഞ്ഞത്. സാരമില്ല, ഇനി കഴിക്കാമെന്ന് ഞാനും. കഴിഞ്ഞ കൊല്ലത്തെ ഓണത്തിന് പൂടാൻ വാങ്ങിയ ചെണ്ടുമല്ലി ഉണങ്ങിയ വിത്തിൽ നിന്നുണ്ടായ ചെടിയാണിതെല്ലാം. നല്ല ഭംഗി വിരിഞ്ഞു നിൽപ്പുണ്ട്. ഈ കാണുന്ന പയറ് എൻ്റെ ഫേവററ്റ് ആണ്. മുട്ടപ്പയർ എന്നാണ് ഞങ്ങൾ ഇവിടെ പറയാറ്. ഇത് നിറയെ പടർന്നു കയറി ഉണ്ടാകും. വേറെന്തെങ്കിലും പേരുണ്ടോയെന്ന് അറിയില്ല കേട്ടോ. രണ്ട് തരമാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഉള്ളിൽ വൈറ്റ് കളറും പിങ്ക് കളറും, ചിലപ്പോൾ കോമ്പിനേഷനും ഉണ്ടാകും. ഇത് മെഴുക്കുവരട്ടിയാക്കിയാൽ നല്ല ടേസ്റ്റാണ്. മധുരക്കിഴങ്ങ് മാന്താൻ വേണ്ടിയാണ് അമ്മച്ചി കുഞ്ഞിത്തൂമ്പി അരിവാളും കൊണ്ട് പോകുന്നത്. ഞാൻ തിരിച്ചു പോകുന്നതിന് മുന്നേ മധുരക്കിഴങ്ങ് അഥവാ നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ പുഴുങ്ങി കഴിക്കണമെന്ന് പറഞ്ഞായിരുന്നു. ചേട്ടായുടെ അവിടെ ചക്കരക്കിഴങ്ങ് എന്നും പറയും. ഈ കാണുന്ന മധുരക്കിഴങ്ങൊക്കെ നട്ടിട്ടേ ഉള്ളൂ കേട്ടോ. അത് വിളവെടുക്കാൻ സമയമെടുക്കും. നമ്മുടെ ഇവിടെ രണ്ട് തരം ഇലകളുള്ള മധുരക്കിഴങ്ങാണുള്ളത്. രണ്ടിൻ്റെയും കിഴങ്ങിന് പുറമേ റെഡ് കളറാണ്. മധുരക്കിഴങ്ങ് നല്ലോണം ക്ലീൻ ചെയ്തെടുത്തു. ഈ കാണുന്നതാട്ടോ എൻ്റെ വീടിൻ്റെ ബാക്ക് സൈഡ്. എപ്പോഴും നല്ല തണുത്ത കാറ്റാണ്, അതുപോലെ നല്ല വ്യൂ ആണ്.
മധുരക്കിഴങ്ങ് പുഴുങ്ങി കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ പോയത് പുറകിലെ കണ്ടത്തിലേക്കാണ്. പ്രധാന ഉദ്ദേശം ചേട്ടനെ അവിടേക്ക് ഒന്ന് ചുറ്റി കാണിക്കണം. പിന്നെ എൻ്റെ അമ്മയ്ക്ക് വെരിക്കോസ് ഉള്ളതുകൊണ്ട് എല്ലാ ദിവസവും രാവിലെ വെറും വയറ്റിൽ കൊടകിൻ്റെ ഇല നീര് ഇടിച്ചു പിഴിഞ്ഞ് കഴിക്കണം. അത് പറിക്കാനും കൂടെ ആയിട്ടാണ്. ചേച്ചി ചൂണ്ടി കാണിക്കുന്നുണ്ട്, ഇവിടെയൊക്കെ കൊടകിൻ്റെ ഇലയുണ്ട്, നോക്കി പറിച്ചോളാൻ. താലി വെച്ച് കുളിക്കാനായിട്ട് ചെമ്പരത്തിപ്പൂ ഇലയും പറിച്ചു. പിന്നെ അമ്മയ്ക്ക് കൊടകിൻ്റെ ഇലയും. അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് പള്ളിയിലും പോകണമായിരുന്നു. ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ എൻ്റെ ഇന്നത്തെ വീഡിയോ. എൻ്റെ ഈ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.